ഹായ് ഫ്രണ്ട്സ്, സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 1997 റിലീസ് ചെയ്ത സത്യനന്ദിക്കാട് സാർ സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായി അഭിനയിച്ച ഒരാൾ മാത്രം എന്ന സിനിമയുടെ ലൊക്കേഷനും, അതുപോലെ തന്നെ 2003 പുറത്തിറങ്ങിയ അക്ബർ ജോസ് സംവിധാനം ചെയ്ത സദാനന്ദന്റെ സമയം എന്ന ദിലീപേട്ടൻ നായകനായി അഭിനയിച്ച സിനിമയുടെയും ലൊക്കേഷനാണ്. അതായത് ആ വീടാണ്. ആ വീട് വരുന്നത് പാലക്കാട് ജില്ലയിലെ പുന്നേക്കാട്ട് മന, മണ്ണൂരുള്ള പുന്നേക്കാട്ട് മനയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരാൾ മാത്രം ഷൂട്ട് ചെയ്ത സദാനന്ദന്റെ സമയം ഷൂട്ട് ചെയ്ത ആ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പുന്നേക്കാട്ട് മന, അതായത് മണ്ണൂര്, മങ്കര അടുത്ത് മണ്ണൂരുള്ള പുന്നേക്കാട്ട് മനയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ആ മന. നല്ല മഴ പെയ്തുകൊണ്ട് നല്ല വഴുക്കലുണ്ട്, അതുകൊണ്ട് ഞാൻ മെല്ലെയാണ് അങ്ങോട്ട് പോകുന്നത്. സദാനന്ദന്റെ സമയം സിനിമയിലെ ഈ വീട് ദിലീപേട്ടൻ വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന വീടായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തറവാട് വീട് നമ്മൾ മീശമാധവൻ ലൊക്കേഷനിൽ കണ്ട രുക്മണിയുടെ വീട് തന്നെയാണ്. അപ്പോൾ ഇത് വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന വീടാണ്. ഇതാണ് നമ്മളിപ്പോൾ ഈ വീട്ടുമുറ്റത്തേക്ക് എത്തിയ പടികൾ. ഇവിടെ ഇങ്ങനെ ഒരു ആംഗിളിൽ കുറേ സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ദിലീപേട്ടൻ നടന്നു വരുന്ന കുറച്ച് സീനുകൾ, പിന്നെ കാവി ചേച്ചി ഇങ്ങനെ കണി കാണിക്കാൻ വേണ്ടി കുടമായിട്ട് നിൽക്കുന്ന ഒരു സീന്, പിന്നെ ദിലീപേട്ടൻ്റെ ഒരു മരണം സ്വപ്നം കാണുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത്, അങ്ങനെ കുറേ സീനുകൾ എടുത്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് കുറച്ച് അരി സാധനങ്ങളൊക്കെ എത്തിക്കുന്ന ഒരു സീനുണ്ട്. അത് ഇതിലെ ഇങ്ങനെ പെട്ടി വണ്ടിയിലാണ് ഇങ്ങനെ വരിക. സലീമേട്ടനും ഉണ്ടാവും. എന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഒരു ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ആ പടം കണ്ടവർക്കറിയാം, തൻ്റെ മരണ ദിവസം ആകുമ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ വീട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് സദാനന്ദൻ അതിങ്ങനെ എത്തിക്കുന്നത്. അത് ഇങ്ങനെ ഒരു ആംഗിളിലെത്തിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പുറത്തേക്ക് ഒന്നുകൂടി പോവാം. ഇതിൻ്റെ പുറത്ത് ഗേറ്റിനോടനുബന്ധിച്ച് ആ വഴിയിലൊക്കെ കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിപ്പോഴും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഷോട്ട് കാണിച്ചു തരുമ്പോൾ. അപ്പം നമുക്ക് അത് വിവരിക്കാം. ഇതാണ് ഈ വീട്ടിലേക്ക് എത്തുന്ന ഇടവഴി. ഈ ഇടവഴിയിൽ കുറേ സീനുകൾ എടുത്തിട്ടുണ്ട്. ദിലീപേട്ടൻ ആദ്യം ഈ വീട് വാടകയ്ക്ക് ചോദിച്ചു വരുമ്പോൾ ജോത്സ്യനും ഉണ്ടാവും, കൂടെ സലീമേട്ടൻ്റെ ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് വരുന്നൊരു സീനുണ്ട്. മുസ്ലിങ്ങൾ ധാരാളമുള്ള ഏരിയ ആണല്ലേ എന്ന് ജോത്സ്യൻ ചോദിക്കുമ്പോൾ അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ജോത്സ്യരെ എന്നൊക്കെ ചോദിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. എന്നിട്ട് അവരിതാ ഇവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇതാ ഈ ഒരു ചെറിയ ഗേറ്റിലൂടെയാണ് വീട്ടിനകത്തോട്ട് കയറുക. ഈ ഗേറ്റിലൂടെ ഇങ്ങനെ ദിലീപേട്ട സ്കൂളിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കോടാലിയിട്ടൊരു മരമെട്ടുകാരൻ്റെ മുന്നിൽ കാണും. അപ്പോൾ പെട്ടെന്ന് ഹൗ എന്ന് പറഞ്ഞിട്ട് ആൾ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ആ മരമെട്ടുകാരനോട് ചോദിക്കും, തനിക്കൊരു മൊന്ത പാലുമായിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, ആ പാലുകൊണ്ട് മരം മുറിക്കാൻ പറ്റുമോ മാഷേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രസകരമായ സീനുണ്ട്. അത് എവിടെയാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും സദാനന്ദൻ്റെ സമയം ലൊക്കേഷൻ പറയുമ്പോൾ സദാനന്ദൻ്റെ തറവാട് വീടായിട്ടുള്ള നമ്മൾ മീശമാധവൻ ലൊക്കേഷനിൽ കണ്ട ആ വീട് കൂടി ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ഈ വീടിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഉമ്മറം. ഈ ഉമ്മറത്ത് സദാനന്ദൻ്റെ സമയത്തിലെ കുറേ സീനുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ കണി കാണാൻ വേണ്ടിയിട്ട് വിഷുക്കണി ജാനുവിനെ വിളിച്ചു വരുത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ വിഷുക്കണി ജാനു ഇതാ ഇതിലെങ്ങനെ കയറി വന്ന് ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കുക. നല്ല രസകരമായൊരു സീനാണത്. ഇത് ഈ വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. ഇവിടെ വെച്ചിട്ട് ഒരു രസകരമായ സീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ദിലീപേട്ടൻ കാക്കേനെ കല്ലെറിയുമ്പോൾ അത് കൊച്ചമണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ മേത്ത് കൊള്ളും. അപ്പോൾ അത് ജനാർദ്ദൻ ചേട്ടനാണ് എറിഞ്ഞതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന ഒരു സീനുണ്ട്. അത് ഇതാ ഇവിടെ വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും പുന്നേക്കാട്ട് മനയിലേക്ക് തന്നെ തിരിച്ചെത്താം.
ഈ ഇടവഴിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഇടവഴിയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ലാസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. അതായത് സദാനന്ദൻ്റെ അന്ധവിശ്വാസം എല്ലാം മാറിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എ ഫിലിം ബൈ അക്ബർ ജോസ് എഴുതി കാണിക്കുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് ഒരാൾ മാത്രത്തിനെ പറ്റി സംസാരിക്കാം. ഇതും ഒരാൾ മാത്രത്തിലെ വീടാണ്. ചൈത്രനിലാവിൻ്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച്. ഈ സിനിമയിൽ ഇത് തിലകൻ സാറിൻ്റെ വീടാണ്. 3 പെൺകുട്ടികളും ഉണ്ട്. അതിലെ ഏറ്റവും താഴെയുള്ള പെൺകുട്ടിയാണ് കാവ്യ ചേച്ചി, അന്ന് ചെറിയ കുട്ടിയാണ്. പിന്നെ മുത്തശ്ശനും ഉണ്ട്. ഈ വീടിൻ്റെ ഉമ്മറം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ആ സിനിമയിലുള്ളത്. ഇപ്പോൾ അവരിതൊരു ഷീറ്റ് വെച്ച് ഇങ്ങനെ കവർ ചെയ്തേക്കാണ്. കുറേ സീനുകൾ ഈ ഉമ്മറത്ത് എടുത്തിട്ടുണ്ട്. ഇനി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരേട്ടാ ഞങ്ങള്. നല്ല മധുരം. ഞാൻ അങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്കത്തെ ഊണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. ഈ സിനിമ കണ്ടവർക്കറിയാം, ഇതിൽ തിലകൻ സാറിനെ കാണാതായിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു സീനുണ്ട്. ലാലു ലക്സിൻ്റെ ഒരു ക്യാരക്ടറാണ് ഇതിൽ ഇങ്ങനെ അന്വേഷിക്കാൻ വരിക. അപ്പോൾ റോങ് ആയിട്ട് പെൺമക്കളോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മമ്മൂക്ക ഇടപെടുന്ന ഒരു സീനുണ്ട്. അത് ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കാണരുതാത്ത ചുറ്റുപാടിൽ നിങ്ങളെ ആരെങ്കിലും അച്ഛൻ കാണാൻ ഇടയാവുകയോ അതിൽ മനം നൊന്ന് നാട് വിട്ടു തോന്നുകയോ അങ്ങനെ വല്ലതും? സത്യം പറയണം, കുറെ കൂടെ മര്യാദയാവാൻ സംസാരത്തില്. സാർ, ഇതൊരു കുറ്റവാളിയുടെ വീടല്ല. ജീവന് തുല്യം അവർ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത്. നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിന് പകരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കാണോ വേണ്ടത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സേവകനായിരിക്കണം, സുഹൃത്തായിരിക്കണം, ശവത്തിൽ കുത്തുന്നവനായിരിക്കരുത്. ഈ പടികൾ ഈ സിനിമയിലും കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ കാവ്യ ചേച്ചിനെ പഠിക്കാൻ കൊണ്ടുപോയിട്ട് തിലകൻ സാർ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അവരുടെ ചേച്ചിയായിട്ടുള്ള ക്യാരക്ടർ ഇവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ നിന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് മമ്മൂക്ക താമസിക്കുന്ന വാടക വീട് ശരിക്കും ഇങ്ങനെ കാണാം ആ സീനിൽ, ആ ഷോട്ടിൽ. ഇവിടുന്ന് കാലത്തെ 6:30 ബസ്സിന് പോയാൽ മതി, സന്ധ്യയ്ക്കുമ്പോൾ തിരിച്ചു വരികയും ചെയ്യാം. ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ തീരുമാനിച്ചു, അല്ലേ മോളെ? ഒരാൾ മാത്രത്തിൽ മമ്മൂക്കയുടെ വീട് ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സെറ്റ് ഇട്ടതായിരുന്നു. അവിടെ ഇപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ ആ വീട് സെറ്റ് ഇട്ട ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നല്ലൊരു മാവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചിട്ടുണ്ടാവും. ശരിക്കും ഈ വീട് സെറ്റ് ഇട്ടതാന്ന് തോന്നില്ല, അത്രയും നല്ല ഭംഗിയായിട്ട് ഈ വീട് പണിതിട്ടുണ്ട്. ഇവിടെ ആദ്യം മാമുക്കോയ്ക്കാണ് താമസിക്കാനുണ്ടാവുക ഈ പടത്തിൽ. എന്നിട്ട് ശങ്കരാടി ചേട്ടൻ പ്രേതമായിട്ട് വന്ന് പേടിപ്പിക്കുമ്പോൾ പോവും. എന്നിട്ടാണ് മമ്മൂക്ക ഈ വീട്ടിലേക്ക് താമസമായിട്ട് വരിക. ശരിക്കും ഒരുപാട് നല്ല സീനുകളുണ്ട്. ഈ 2 വീടുകളായിട്ടാണ് ശരിക്കും ഈ സിനിമയിലെ പകുതി മുക്കാലും സീനുകൾ എടുത്തിരിക്കുന്നത്. ഇതാ ഈ കാണുന്ന ഈ കഴുങ്ങുന്നോട്ടത്തിലൊക്കെ വെച്ചിട്ട് ഇതിലെ ചൈത്രനിലാവിൻ്റെ എന്നുള്ള പാട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലമായിട്ടുണ്ട് ആ പടത്തിൽ. കുറേ കാലമായില്ലേ, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മമ്മൂക്ക ഇങ്ങനെ പുസ്തകം പിടിച്ച് പാടുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ സീനുകളുണ്ട്. മിഴികളിൽ നീലാമ്പൽ വിടരും കൂന്തലിൽ കാർമുകിൽ നിറമണിയും. നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിന് നല്ല ദൈവത്തെ തന്നെ വീടില്ലാത്തൊരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ഹൗസ് ഓണർ ഒന്ന് കൊതിക്കും, ഇല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. വസന്തം മേനിയിലടിമുടി തളിർക്കും. ഇതിൽ സുധീഷ് ഏട്ടൻ്റെ ക്യാരക്ടർ ആദ്യമായിട്ട് മമ്മൂക്കയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പ്രവീണ ചേച്ചിയോട് സംസാരിക്കുന്ന ഒരു സീനൊക്കെ. ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല, ഇത് ശേഖരമേനോന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ഓ, കോൺട്രാക്ടറുടെ വീടാണോ? അതാ കാണുന്ന. പക്ഷെ പുള്ളി അതിരാവിലെ പുറത്തു പോയല്ലോ. അയ്യോ, ഈ ചെറിയ മതിലും ഗേറ്റൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇതിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു സിനിമയിലെ സീൻ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ചന്ദ്രോത്സവം സിനിമയിൽ ലാലേട്ടനും കൂട്ടുകാരും കൂടിയിട്ട് ലാലേട്ടൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറിൻ്റെ പഴയ കാമുകിയുടെ വീട്ടിലേക്ക് പോകുന്നൊരു സീനുണ്ട്. അതാ ഇവിടെ തന്നെയാണ്, ആ വീട് തന്നെയാണ്. അപ്പോൾ അതാ അവർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. എന്താ നിനക്കൊരു പേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെ കാണാൻ പോകുന്ന അച്ഛൻ്റെ കാമുകിയ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. അതിതാ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലും ലാലേട്ടനും കൂട്ടുകാരും കൂടി ഇതിലെയാണ് നടന്നിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരാൾ വഴി കാണിച്ചു കൊടുക്കാനുണ്ടാവും. എന്നിട്ട് ഇതാ ഇവിടെ നിന്നിട്ടാണ് ആ ഡയലോഗൊക്കെ പറയുന്നത്. ഇതാ ഇവിടെയാണ് അവരിങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഒരു ഷോട്ടിലാണ്. ലാലേട്ടൻ്റെ ഒപ്പം അഗസ്റ്റിൻ സാറ്, ശ്രീരാമൻ സാറ്, കൊച്ചിൻ അനിഫ്ക, അതുപോലെ സന്തോഷേട്ടനൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് പറയും. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരിയെ കാണാൻ പോകുന്നതെന്നൊക്കെ പറയും. അപ്പോൾ കൊച്ചിൻ അനിഫ്ക പറയും അതൊരു ഭാഗ്യമല്ലേ എന്ന് പറയും. അങ്ങനെ ലാലേട്ടൻ എന്താ ഈ ഗേറ്റ് തുറന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നൊരു സീന്. നല്ല രസമുള്ളൊരു സീനാണ്. ഇത് നമ്മുടെ ആര്യങ്കാവാണ്, നമ്മൾ മുന്നേ കണ്ട ലൊക്കേഷൻ.
ഇതിലെ ഒരാൾ മാത്രത്തിൻ്റെ ഒരു ലൊക്കേഷൻ ഉണ്ട്, അത് ഞാൻ പറയാതെ മാറ്റി വെച്ചിരിക്കുന്നു. ഇതിൽ മമ്മൂക്ക ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ഒരാളുടെ പിറകെ പോകുന്നൊരു സീനുണ്ട്. എന്നിട്ട് അയാൾ ഇതാ ഇവിടെയാണ് വീഴുക. എന്നിട്ട് ആള് എനിട്ടിട്ട് ഇതാ ഈ ആലിൻ ചോട്ടിലേക്ക് ഓടും. അപ്പോൾ ഈ ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് മമ്മൂക്ക അയാളെ തല്ലുന്നതും അയാളുടെ നിന്ന് മാല മേടിക്കുന്നതൊക്കെ. അപ്പോൾ അത് ആ കാണുന്ന കൂത്തുമാടൊക്കെ ശരിക്കും ആ ഫ്രെയിമിൽ കാണാൻ പറ്റും. ചൈത്രനിലാവിൻ്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരാൾ മാത്രം സദാനന്ദൻ്റെ സമയം എന്ന 2 സിനിമകൾ, അതുപോലെ ചന്ദ്രോത്സവം, ഇനി ഇവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മെമ്മറിയിൽ വരുന്നില്ല, കുറേ സിനിമകൾ കാണുമ്പോഴായിരിക്കും അറിയാം. അപ്പോൾ എന്തായാലും ആ ലൊക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻസ് ഏതെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ലൊക്കേഷനുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.